എന്താണ് പാർവതി തമ്പുരാട്ടി, എത്ര നേരമായി അടിയൻ ഇവിടെ ഒരു ദർശനത്തിനായി കാത്തു നിൽക്കുന്നു? അവനെ മറികടന്ന് പോകാൻ ശ്രമിക്കവേ പെട്ടെന്ന് അവിടെ മുന്നിലേക്ക് ചാടി വീണുകൊണ്ട് ഒരു വഷളൻ ചിരിയോടെ മാത്തൻ പറഞ്ഞു. പാറു പെട്ടെന്നൊന്ന് ഭയന്നു. കണ്ണുകൾ പിടച്ചിലോടെ ചുറ്റും പാഞ്ഞു. അവിടെയെങ്ങും ആരുമില്ലെന്ന് കണ്ട് അവൾക്ക് നല്ല ഭയം തോന്നാൻ തുടങ്ങി. മാറ്, എനിക്ക് പോണം, വിറയലോടെയെങ്കിലും അവൾ പറഞ്ഞൊപ്പിച്ചു. അവളുടെ ഭയം കാണെ അവന് വല്ലാത്ത ഹരം തോന്നി. അങ്ങനെ പോകാതെ, എത്ര നാളായി കൊച്ചേ അച്ചായൻ ഇങ്ങനെ പിന്നാലെ നടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇനി എൻ്റെ പെൺപിറന്നോത്തിയാകാൻ പറ്റില്ല എന്നാണെങ്കിൽ ഒരു ദിവസം മുഴുവനും അച്ചായനെ ഒന്ന് സുഖിപ്പിച്ചാലും മതി, അത്രക്ക് കൊതിയാണെന്ന്. അവൻ പറഞ്ഞതും പാറു അറപ്പോടെ മുഖം തിരിച്ചു. മര്യാദക്ക് സംസാരിക്കണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണല്ല. അയ്യോടിയേ, നീ അത്ര പരിശുദ്ധാമറിയമൊന്നും അല്ലെന്ന് എനിക്കറിയാം. അവളിലേക്ക് അടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും പാറു പേടിയോടെ പിന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ദേ, ഇപ്പോൾ ആണെങ്കിൽ ആരും വരില്ല. ഒന്ന് പ്രസവിച്ചെങ്കിലും നീ നല്ലൊരു ചരക്ക് തന്നെയാ. നിന്നെ വയറ്റിലുണ്ടാക്കി കിടന്നവൻ ശരിക്കും ഒരു മൊയന്തനാണ്. മാത്തൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളിലേക്ക് അടുത്തതും പാറു സർവ്വശക്തിയും എടുത്ത് പിന്നിലേക്ക് തള്ളി. പ്രതീക്ഷിക്കാതെ ആയതിനാൽ തന്നെ മാത്തൻ പിന്നിലേക്കൊന്ന് വേച്ചുപോയി. ആ സമയം മുതലെടുത്ത് പാറു മുന്നിലേക്ക് ഓടിയിരുന്നു. പാച്ചിയമ്മേ, പാച്ചിയമ്മേ! ആരുടെയോ വെപ്രാളത്തിലുള്ള വിളി കേട്ടാണ് തുമ്പിയെ നെഞ്ചോട് ചേർത്തൊന്ന് മയങ്ങിക്കൊണ്ടിരുന്ന ദേവ് കണ്ണുകൾ തുറക്കുന്നത്. അവൻ്റെ തൊട്ടരികിലിരുന്ന് ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന ജഗന്റെ ശ്രദ്ധയും അങ്ങോട്ടാണ്. അടുക്കളയിൽ അവർക്ക് ചായ വെച്ച് കൊണ്ടിരുന്ന പാച്ചി ധൃതിയിൽ ഉമ്മറത്തേക്ക് ചെന്നു. തൊട്ടുപുറകെ തുമ്പിയെ തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് ദേവും ജഗനും അങ്ങോട്ട് ചെന്നു. എന്താ മണി, എന്തു പറ്റി? വെപ്രാളം പിടിച്ചുള്ള നിൽപ്പ് കണ്ട് പാച്ചി സംശയത്തോടെ തിരക്കി. അവിടെ അവിടെ തടിമില്ലിൻ്റെ അടുത്ത് പാറു ചേച്ചിയെ ആ മാതൻ തടഞ്ഞു നിർത്തേക്കുവാ. ചേച്ചി ആകെ പേടിച്ചാ നിൽക്കുന്നത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അയാളെ നേരിടാൻ പറ്റില്ല. വേഗം വാ അമ്മ, ഇല്ലെങ്കിൽ ചേച്ചി അയാൾ എന്തെങ്കിലും ചെയ്യും. അവൻ പറഞ്ഞു നിർത്തിയതും ദേവ് വേഗം അവനരികിലേക്ക് പാഞ്ഞു ചെന്നു. എവിടെയാണവൻ? ഭ്രാന്ത് പിടിച്ചതുപോലെ ദേവ് തിരക്കിയതും മണി അവനുമായി മുന്നോട്ട് പാഞ്ഞിരുന്നു. എൻ്റെ മോള്, പാച്ചി പേടിയോടെ പറഞ്ഞു. നിൽക്കമ്മ, ഞാനും വരുന്നു. തുമ്പിയെ എടുക്കട്ടെ. ജഗൻ വേഗം അകത്തേക്ക് ചെന്ന് ഉറങ്ങിയ തുമ്പിയെ എടുത്ത് തോളിലിട്ടുകൊണ്ട് പാച്ചിയുമായി അങ്ങോട്ട് നടന്നു. മോളെ, എങ്ങോട്ടാടി നീ പോണത്? എനിക്കിട്ടുണ്ടാക്കിയിട്ട് അങ്ങ് പോയി കളയാമെന്ന് വിചാരിച്ചോ നീ? കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചുകൊണ്ട് മുന്നോട്ടോടുന്ന പാറുവിൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു. ഇന്ന് എൻ്റെ ദിവസമാടി. നിന്നെ ആരും രക്ഷിക്കാൻ വരില്ലടി. നീ ഇവിടെ വന്നപ്പോൾ മുതൽ കണ്ണുവെച്ചതാടി നിന്നെ ഈ മാത്തൻ. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് കിട്ടാതെ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. വിട്! പാറു അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു. പെടക്കാതടി മോളെ, നിന്നെ കെട്ടി കൂടെ പൊറുപ്പിക്കാനായിരുന്നു എൻ്റെ തീരുമാനം. അതാകുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിന്നെ തോന്നുമ്പോഴൊക്കെ എനിക്ക്. രണ്ടാമത്തെ കാര്യം, നിൻ്റെ കൊതി തീരുമ്പോൾ നിൻ്റെ മോളുണ്ടല്ലോ, അവൾ പഴുത്ത് നല്ല പാകമാകും. നല്ലൊരു മാമ്പഴം കണക്കാണ് ഇപ്പോഴേ അത് ഇരിക്കുന്നത്. അവൻ പറഞ്ഞു നിർത്തിയതും സർവ്വശക്തിയും എടുത്ത് അവനിൽ നിന്നും പിടഞ്ഞു മാറി പാറു അവൻ്റെ കരണം നോക്കി ആഞ്ഞടിച്ചു. അവളുടെ കണ്ണുകളിൽ ആളിക്കത്തുന്ന അഗ്നിയിൽ താൻ ഭസ്മമായി മാറുമെന്ന് മാത്തന് തോന്നി. ശരിക്കും കാളിയായി മാറിയിരുന്നു അവൾ ആ നിമിഷം. എന്ത് പറഞ്ഞടാ നായേ, നിനക്ക് എൻ്റെ കുഞ്ഞിനെ? പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അവനെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. മണിയും ദേവും വരുമ്പോൾ കാണുന്ന കാഴ്ചയും ഇതാണ്. കൊല്ലുമെടാ നിന്നെ ഞാൻ! ഭ്രാന്ത് പിടിച്ചതുപോലെ പാറു അവന് നേരെ അലറിയതും സ്വബോധം വന്നതുപോലെ മാതൻ അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു. മോളെ, നീ എന്നെ! പറഞ്ഞുകൊണ്ട് അവളെ അടിക്കാൻ കൈ ഉയർത്തിയതും അവിടെ ഒരു അലർച്ച മുഴങ്ങി. ഡാ! ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ പാറു തറഞ്ഞു നിന്നുപോയി. വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. കണ്ണുകൾ നിറഞ്ഞ് മുന്നിലെ കാഴ്ച മങ്ങുമ്പോഴും അത് വെറുമൊരു സ്വപ്നമാകരുതേ എന്നവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. തൻ്റെ അരികിലേക്ക് അവൻ പാഞ്ഞു വരുന്നതോ മാത്തനെ ഇഞ്ച ചതയ്ക്കും പോലെ എടുത്ത് പെരുമാറുന്നതോ ഒന്നും അവൾ അറിഞ്ഞില്ലായിരുന്നു. ഇതേ സമയം പാറുവിൻ്റെ കാശി മാത്തനിൽ സംഹാര താണ്ഡവമാടുകയായിരുന്നു. തുരുതുര മുഖത്തെ കാഞ്ഞു പതിക്കുന്ന പഞ്ചിൽ മാത്തൻ്റെ പാതിബോധം നഷ്ടമായിരുന്നു. നീ എൻ്റെ പെണ്ണിനെ! പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ പുറകിലേക്ക് ആക്കി തിരിച്ചു. എല്ല് പൊടിയുന്ന ശബ്ദത്തോടൊപ്പം മാത്തൻ്റെ അലർച്ചയും അവിടെ മുഴങ്ങി. മണി മുന്നിൽ നിൽക്കുന്ന കാഴ്ചയിൽ കണ്ണുമിഴിച്ച് വായും തുറന്ന് നിന്നുപോയി. പുറകെ വന്ന പാച്ചിയമ്മയും
മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ഒന്ന് നടുങ്ങി. ജഗൻ പിന്നെ ഇതിനപ്പുറം പ്രതീക്ഷിച്ചിരുന്നതിനാൽ അവന് ഒരു കുലുക്കവുമില്ല. തുമ്പി മാത്തൻ്റെ അലർച്ചയിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ചിണുങ്ങി കരയാൻ തുടങ്ങിയപ്പോഴാണ് മുന്നിൽ നടക്കുന്ന ആക്ഷൻ ഡ്രാമ കാണുന്നത്. പിന്നെ കണ്ണും തുറന്ന് അത് നോക്കി കിടക്കാൻ തുടങ്ങി. അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ കയ്യും കാലും ഇട്ട് പറയുന്നുണ്ട്. താഴേക്ക് പിടഞ്ഞിറങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ജഗൻ ഒരു വിധത്തിലാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അവൻ്റെ അല്ലേ വിത്ത്. അവന് തുമ്പിയെ നോക്കി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ജഗൻ പാറുവിനെ ഒന്ന് നോക്കി. തൻ്റെ ദേവിൻ്റെ പെണ്ണ്. ദേവിൽ തന്നെ മിഴികൾ നട്ട് നിൽക്കുകയാണ് അവൾ. ദേവിൻ്റെ ദേഷ്യമോ മാത്തൻ്റെ അലർച്ചയോ ഒന്നും അവൾ അറിയുന്നില്ല എന്ന് തോന്നി അവന്. മോനെ. പാച്ചിയുടെ ശബ്ദമാണ് അവനെ അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാൻ ഇടയാക്കിയത്. മോനെ, മതിയാക്കാൻ പറയും മോനെ. ഇനിയും തല്ലിയ അവൻ ചത്തുപോകും. അപ്പോഴാണ് ജഗനും അത് ഓർത്തത്. ഇപ്പോൾ തന്നെ മാത്തൻ ഒരു പഴന്തുടിക്കെട്ട് പോലെയായി. അമ്മ, കുഞ്ഞിനെ പിടിച്ചേ. തുമ്പിയെ പാച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ജഗൻ ദേവിൻ്റെ അരികിലേക്ക് ചെന്നു. ഡാ മതിയടാ, അവൻ ചത്തുപോകും. ദേവിനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എവിടെ, ആര് കേൾക്കാൻ? എടാ മൊയ്, അവനെ വിടാൻ. മാറി നിൽക്കടാ. ജഗനെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ദേവ് മാത്തൻ്റെ അടിവയർ നോക്കി ആഞ്ഞു ചവിട്ടി. അത് കണ്ടതും ജഗൻ പോലും ഒന്ന് വിറച്ചു. എടോ പാർവതി. അവള് ഒന്നും അറിയുന്നില്ലായിരുന്നു. ഇപ്പോഴും കാശിയെ കണ്ട നിമിഷത്തിൽ സ്റ്റെക്കായി നിൽക്കുക. ദൈവമേ, പാറു. ജഗൻ അവളെ ഒന്ന് കുലുക്കി വിളിച്ചതും പാറു ഒന്ന് ഞെട്ടി. എൻ്റെ പൊന്നു പെങ്ങളെ, സ്വപ്നമൊക്കെ പിന്നെ കാണാം. അവനെ ഒന്ന് പിടിച്ചു മാറ്റിക്കേ, ഇല്ലെങ്കിൽ അവനൊരു കൊലപാതകിയാകും. അപ്പോഴാണ് പാറുവും അത് ശ്രദ്ധിക്കുന്നത്. മാത്തൻ്റെ അവസ്ഥ കണ്ട് പാറു ഒന്ന് ഭയന്നു. പിന്നെ വേഗം ദേവിൻ്റെ അടുത്തേക്ക് പോയി. കാശിയേട്ടാ വിട്, അയാൾ ചത്തുപോകും. ദേവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പക്ഷേ ദേവ് ഒന്നും അറിഞ്ഞില്ല. അവൻ ഒരുതരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. കാശിയേട്ടാ. അവൻ അറിയുന്നുകൂടിയില്ലെന്ന് തോന്നിയതും പാറു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ഇറുകെ പുണർന്നു. വേണ്ട കാശിയേട്ടാ, മതി. ഇനിയും തല്ലിയ അയാൾ മരിച്ചു പോകും. ഇനിയും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യേട്ടാ. നമുക്ക് ജീവിക്കണ്ടേ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പാറു പൊട്ടിക്കരച്ചിലോടെ പറഞ്ഞുകൊണ്ട് അവനെ ഇറുകെ പുണർന്നു. അവൻ തറഞ്ഞു നിന്നു. കണ്ണുകൾ നിറഞ്ഞു. പാറുട്ടാ. അവൻ്റെ വാക്കുകൾ ഇടറി. അവൻ്റെ വിളിയിൽ പാറു ചിരിച്ചുകൊണ്ട് കരഞ്ഞു. പിന്നെ ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ മുഖം മുഴുവനും ചുംബനങ്ങൾ കൊണ്ട് മൂടി. അത്ര നേരം ഇരുണ്ടു മൂടിയ ആകാശത്ത് നിന്നും തുള്ളിക്കുരുകുടം എന്ന പോലെ പെയ്തു തുടങ്ങി. അതോടൊപ്പം ഇരുവരുടെയും കണ്ണുകളും പെയ്തു തുടങ്ങി. മറ്റുള്ളവർ വേഗം കുറച്ചു മാറിയുള്ള മിന്നിലേക്ക് ഓടിക്കയറി. ദേവിൻ്റെ കൈകളും അവളെ വരിഞ്ഞു മുറുക്കി. മുഖം മുഴുവനും ചുംബിച്ച് ഒരു കിതപ്പോടെ അവൻ അവളിൽ നിന്നും അടർന്നു മാറിയ നിമിഷം അവൻ അവളെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടലാൽ പകുത്തെടുത്തു. അത്രനാൾ അറിഞ്ഞ വിരഹം മുഴുവനും തുടച്ചു മാറ്റും രീതിയിലുള്ള ചുംബനം. അവർക്ക് ഒരു മറ പോലെ ശക്തിയായി മഴ പെയ്തു. മില്ലിൽ നിന്നും ഈ കാഴ്ച കണ്ട പാച്ചി നാണത്തോടെ തിരിഞ്ഞു നിന്നു. മണിയും കുറച്ച് സമയം കണ്ണുമിഴിച്ച് നിന്ന ശേഷം ചമ്മലോടെ നോട്ടം മാറ്റി. ജഗൻ അപ്പോഴും അവരെ അന്തം വിട്ടു നോക്കി നിന്നു. കുഞ്ഞിത്തുമ്പി മാത്രം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രവൃത്തി അറിയാതെ മഴയെ നോക്കി കൈകൊട്ടി ചിരിച്ചു. മഴയിൽ നനഞ്ഞു കുതിർന്ന് പരസ്പരം ചുംബിക്കുന്നവരെ കണ്ട് ജഗൻ വായി തുറന്നു നിന്നു. പിന്നെ പെട്ടെന്ന് ബോധം വന്നതുപോലെ തിരിഞ്ഞു. പാച്ചിയെയും മണിയെയും നോക്കി. പുറം തിരിഞ്ഞു നിൽക്കുന്നവരെ കണ്ട് അവന് ചിരി വന്നു. ഡാ. ഇനിയും ചുംബനം നീണ്ടുപോയാൽ ശരിയാകില്ലെന്ന് കണ്ട് ജഗൻ ഉറക്കെ വിളിച്ചു. അവൻ്റെ വിളിയിൽ കയ്യിലിരുന്നു കൊണ്ട് മഴയത്ത് കളിച്ചുകൊണ്ടിരുന്ന തുമ്പിയൊന്ന് ഞെട്ടി. ഓ സോറി പൊന്നെ, ഇനിയും തടഞ്ഞില്ലെങ്കിൽ നിന്റെ പപ്പ ഇവിടെ മണിയറയുണ്ടാക്കും. തുമ്പിയെ കൊഞ്ചിച്ചുകൊണ്ട് ജഗൻ പറഞ്ഞതും തുമ്പി കിന്നരിപ്പല്ലുകൾ മുളച്ച മോണ കാട്ടി ചിരിച്ചു. ജഗൻ്റെ വിളിയിൽ ബോധം വന്നതുപോലെ പാറു അവനിൽ നിന്നും അകന്നു മാറി. കാശിയേട്ടാ. മഴയിൽ കുതിർന്നു നിൽക്കുന്ന അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് വിതുമ്പലോടെ വിളിച്ചു. ബേബി. എടാ മതിയടാ മഴ നനഞ്ഞത്. ബാക്കി വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. ജഗൻ്റെ സംസാരം കേട്ടതും പാറു അങ്ങോട്ട് നോക്കി. അപ്പോഴാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന തുമ്പിയെ കാണുന്നത്. കാശിയേട്ടാ, നമ്മുടെ മോള്. പാറു കുറ്റബോധത്തോടെ പറഞ്ഞു. എത്രയൊക്കെ പറഞ്ഞാലും തുമ്പിയുടെ ജനനം അവനിൽ നിന്ന് മറച്ചു വെച്ചത് തൻ്റെ തെറ്റാണെന്ന് അവൾക്കറിയാം. യാ, അവർ പ്രിൻസസ്. ഷീ ഈസ് സോ പ്രിറ്റി ലൈക്ക് ഹർ മദർ. ദേവ് പാറുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് തുമ്പിയെ നോക്കി പറഞ്ഞതും പാറുവിൻ്റെ അധരങ്ങൾ വിടർന്നു. ഞാൻ എന്തോരം കാത്തിരുന്നെന്നോ ഈ വരവിനായി. ഇപ്പോഴും സ്വപ്നം പോലെ തോന്നുക. ഇനി ആർക്കും ഈ പാർവതി എൻ്റെ കാശിയേട്ടനെ വിട്ടുകൊടുക്കില്ല. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് പാറു പുലമ്പിക്കൊണ്ടിരുന്നു. എടാ വാടാ, മഴ കുറഞ്ഞിട്ടുണ്ട്.
ദേഷ്യത്തിൽ തെറിവിളിക്കാൻ വന്നതും അടുത്തു നിൽക്കുന്ന പാച്ചിയെ നോക്കി അത് വിഴുങ്ങിക്കൊണ്ട് ജഗൻ പറഞ്ഞു. അത് കേട്ടതും ദേവു പാറുവുമായി അവരുടെ അരികിലേക്ക് നടന്നു. അമ്മ! പാച്ചിയെ കണ്ടതും പാറു അവരുടെ അരികിലേക്ക് ചെന്ന് കരച്ചിലോടെ ഇറുകെ പുണർന്നു. ഇതാ അമ്മ, എൻ്റെ കാശിയേട്ടൻ, പാർവതിയുടെ പ്രാണൻ. കരയാതെ മോളെ, എനിക്കെല്ലാം അറിയാം. മോൻ പറഞ്ഞു, ഇതുവരെ നടന്നതെല്ലാം ഒരു ദുസ്വപ്നമായി മറന്നു കളയണം എൻ്റെ മോള്. അറിയാം, അത് അത്ര എളുപ്പമല്ലെന്ന്. ഒത്തിരി പരീക്ഷണങ്ങൾ നേരിട്ടില്ലേ? അത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ നല്ല കാലമാണ്. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പാച്ചി പറഞ്ഞതും പാറു വിങ്ങിക്കരഞ്ഞു. മാ! വിതുമ്പലോടെയുള്ള കുഞ്ഞി ശബ്ദം. എല്ലാവരുടെയും കണ്ണുകൾ തുമ്പിയിലായി. ചുണ്ടൊക്കെ പുറത്തേക്കുന്തി ഇപ്പോൾ കരയുമെന്ന മട്ടിലാണ്. ഏയ് പ്രിൻസസ്! ജഗൻ്റെ കയ്യിൽ നിന്നും അവളെ വാരിയെടുത്ത് ആ വിതുമ്പുന്ന ചുണ്ടിലേക്ക് ഒന്ന് മുത്തി ദേവ് വിളിച്ചതും അമ്മ! പാറുവിന് നേരെ കൈകൾ ചൂണ്ടിക്കൊണ്ട് ഒരു വിതുമ്പലോടെ ദേവിൻ്റെ തോളിലേക്ക് ചാരി. സോക്കെ ബേബി, അമ്മയ്ക്കൊന്നുമില്ലാട്ടോ, അവൻ തുമ്പിയോട് പറഞ്ഞുകൊണ്ട് പാറുവിനെ ഗൗരവത്തിൽ വിളിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് നടന്നു. അമ്മ കരയില്ലാട്ടോ, ആ കുഞ്ഞി കൈ പിടിച്ചുകൊണ്ട് ഒന്ന് ചുംബിച്ച് ചിരിയോടെ പറഞ്ഞതും അമ്മ ചിരിക്കുന്നത് കണ്ടോ എന്തോ ആ കുഞ്ഞി മുഖവും വിടർന്നു. ദേവ്, ഇനി എന്താ നിന്റെ പ്ലാൻ? പാച്ചിയുടെ വീടിന് മുന്നിലായി നിൽക്കുമ്പോൾ ജഗൻ ദേവിനോട് തിരക്കി. മാരേജ്. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൻ പറഞ്ഞു. വാട്ട്? യാ, നാളെ ഇവിടെ വെച്ച് ഞങ്ങളുടെ വിവാഹം നടക്കണം. വൈകുണ്ഠത്തിലേക്ക് എൻ്റേത് മാത്രമായ എല്ലാ അവകാശത്തോടു കൂടി വേണം പാറൂട്ടനെയും കൊണ്ടു ചെല്ലാൻ. ദേവ്, നീ എന്തൊക്കെയായി പറയുന്നത്? വിവാഹം എന്നത് ചെറിയൊരു കാര്യമാണെന്നാണോ നീ കരുതുന്നത്? എടാ, അതൊരു മംഗളകരമായ ചടങ്ങാണ്. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ആശീർവാദത്തോടെ വേണം നടത്താൻ. നാളെ ഇവിടെ ഈ വീട്ടിൽ പത്മാക്ഷി എന്ന അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ പാറൂട്ടൻ്റെ കഴുത്തിൽ താലി ചാർത്തും. എൻ്റെ മനസ്സിൽ ഇതിലും നല്ലൊരു ആശീർവാദമോ സ്ഥലമോ കിട്ടാനില്ല. ആ അമ്മ വേണം എനിക്ക് അവരുടെ കൈപിടിച്ച് തരാൻ. പിന്നെ ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൽ പാറുവിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും. അതെടുത്ത് വിവാഹ രജിസ്റ്റർ കൂടി ചെയ്ത ശേഷം വേണം പലതിനും അന്ത്യം കുറിക്കാൻ. ദേവ്, ജഗൻ അല്പം ഭയത്തിൽ വിളിച്ചു. എടാ, അയാൾ ചെയ്തതിൽ അവൾക്ക് ഒരു അറിവും ഉണ്ടാകില്ല. നമ്മുടെ നീരുവല്ലേ? അവൻ പറഞ്ഞതും ദേവ് അവനെ രൂക്ഷമായി നോക്കി. നീരജയിലെ ന്യായവും അന്യായവും എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. ഈ കഴിഞ്ഞ 2.5 വർഷം മറ്റെന്തും ഞാൻ ക്ഷമിക്കുമായിരുന്നു. അവർ തിരക്കഥ കുറിച്ച നാടകത്തിൽ എനിക്ക് നഷ്ടമായത് എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയുമാണ്. അതിന് അവർ കണക്ക് പറഞ്ഞേ പറ്റൂ ജഗൻ. ദേവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. മക്കളെ! പാച്ചിയുടെ ശബ്ദം കേട്ടതും ജഗൻ ഒരു ചിരി വരുത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ആ, കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇതാണോടി ചുന്ദരി നിന്റെ ഉറക്കം? പാച്ചിയുടെ കയ്യിലിരുന്ന് തുമ്പിയെ നോക്കി ജഗൻ പറഞ്ഞതും തുമ്പി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ദേവിലേക്ക് ചാഞ്ഞു. പ്രിൻസസ്! അവനൊരു ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് ചേർത്തു. വാ മക്കളെ, ചായ കുടിക്കാം. പാറുവും ഒന്നും കഴിച്ചിട്ടില്ല. അവർ പറഞ്ഞതും ഇരുവരും തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ചായ കുടിക്കുമ്പോഴൊക്കെ പാറു തൻ്റെ പ്രാണനെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. ഒത്തിരി മാറ്റങ്ങൾ വന്ന പോലെ. ചായ കുടിച്ചു കഴിഞ്ഞതും ജഗൻ തുമ്പിയുമായി പുറത്തേക്ക് നടന്നു. വരാൻ മടിച്ച് നിന്നവളെ വണ്ടിയിൽ കയറ്റാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പാച്ചിയും അടിവാരത്ത് കുറച്ച് വീടുകളിൽ കഷായം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിറങ്ങി. തങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം തന്നതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പാറു അവനെ നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. ബെഡിലിരുന്നു കൊണ്ട് ഭിത്തിയോട് തലചേർത്ത് പാറുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവൻ ഇരുന്നു. ഇരുവരുടെയും മിഴികൾ നിറഞ്ഞൊഴുകി. ബേബി, ഐ ആം സോറി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ പറയുമ്പോൾ അവൻ്റെ ശബ്ദമിടറി. ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? ഒരിക്കലും ഉപേക്ഷിച്ചു പോകരുതെന്ന് കാശിയേട്ടൻ പറഞ്ഞിട്ടും ഞാൻ... ബാക്കി പറയാനാവാതെ അവൾ വിങ്ങി. അറിയാം, കാശിയേട്ടൻ എൻ്റെ വേദന കണ്ട് പറഞ്ഞതാണെന്ന്. പക്ഷേ കാശിയേട്ടൻ്റെ അമ്മയിൽ നിന്നും വന്ന വാക്കുകൾ എന്നിലെ സ്ത്രീക്ക് ഒരിക്കലും പുറത്തു തരാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഒന്നും പറയണ്ട, എനിക്കറിയാം. കുറച്ച് ദിവസങ്ങൾ കൂടി എല്ലാം ഞാൻ ശരിയാക്കും. എൻ്റെ നഷ്ടങ്ങൾക്ക് അവർക്ക് മറുപടി പറയേണ്ടി വരും. അതിപ്പോൾ ആരായാലും. ദേവത പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ മഹിയുടെ മുഖമായിരുന്നു.